صلى الله على محمد صلى الله عليه وسلم. ഇമാം അവർകൾ വീണ്ടും ഒന്നുകൂടി ഓതിക്കൊടുത്തു. വമദഹല്ലാഹു ഖൗമൻ യഗുല്ലൂന അസ്വാതഹും. ശബ്ദം പതുക്കെയാക്കി മുത്തുനബി തങ്ങളോട് സംസാരിച്ച സ്വഹാബത്തില്ലേ, അവരെ അല്ലാഹുവിന്റെ റസൂൽ പുകഴ്ത്തി, അല്ലാഹു തആല പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ പതുക്കെ സംസാരിക്കുന്നവർ ഉറക്ക ദുആ ചെയ്യരുത്. എത്ര സങ്കടമുള്ള സംഗതിയാണെങ്കിലും ആര് കേട്ടാലും കരച്ചിൽ വരുന്ന അത്രമാത്രം വിഷമമായ വിഷയമാണെങ്കിലും ആദരവോടെ, വളരെ സൂക്ഷ്മതയോടെ, വിനയത്തോടെ അല്ലാഹുവിലേക്ക് കൈയുയർത്തി ചോദിക്കണം. ഉമ്മമാരോട് പറയട്ടെ, ഏതെങ്കിലും പെൺ സഹോദരിമാരവിടെ വന്നിട്ട് ഒച്ച വെച്ച് കരയുന്നത് കേൾക്കുമ്പോ ഇങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി പോകരുത്. അതിന്റെ പുറമെ പറയട്ടെ, ചെരുപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഹുജറത്തു ഷരീഫയുടെ മുന്നിലേക്ക് എങ്ങനെ പോകാനാ? സ്വന്തം ബാപ്പ ഒരു സ്ഥലത്തിരിക്കുമ്പോ ഇടത്തെ കയ്യിൽ ചെരുപ്പും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് വാപ്പാനോട് സംസാരിക്കാൻ നിങ്ങൾ ധൈര്യപ്പെടുമോ? അത് ബഹുമാനത്തിന് കുറവല്ലേ? സ്വന്തം ഉസ്താദിനോട് ഇടത്തെ കയ്യിൽ ചെരുപ്പും പൊക്കി പിടിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമോ? സുബ്ഹാനല്ലാഹ്, ചെരുപ്പും പിടിച്ചാണോ ഹുജറത്തു ഷരീഫയുടെ മുന്നിൽ പോയി നിൽക്കുന്നത്? ആ ചെരുപ്പ് വെക്കാൻ അപ്പുറത്ത് സ്ഥലമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ വാഹനത്തിലോ നിങ്ങളെ വീട്ടിലോ എവിടെയോ ചെരുപ്പ് വെച്ച് പകരം ഒരു ഹുഫ് വാങ്ങി അങ്ങ് ധരിക്കുക, ഷോക്സ് വാങ്ങി അങ്ങ് ധരിക്കുക. ചില ബഹുമാനം തീരെ ഇല്ലാത്ത വിഭാഗം ചെരുപ്പ് പുറത്തു കൊണ്ട് വന്ന് ഇടുന്ന ശബ്ദം കേൾക്കുമ്പോ നെഞ്ചു പൊട്ടിപ്പോകുന്നു. തീരെ ബഹുമാനത്തിന്റെ ഒരു തരി പോലും അവരെ കൽബിൽ ഇല്ലേ ഇല്ല. എങ്ങനെ തിരിഞ്ഞു ദ്വാർക്കണം എന്നാണ് ആ ഭരണാധികാരിയോട് ഇമാമ് പഠിപ്പിക്കുന്നത്. ഓ ഭരണാധികാരിയായ രാജാവേ, എന്തിന് നിങ്ങളെ മുഖം മാറ്റിക്കളയണം? വലിമ തസ്രിഫു വജ്ഹക അൻഹു വഹുവ വസീലതുക വവസീലതു അബീക ആദമ യൗമൽ ഖിയാമ. മുത്തുനബി തങ്ങളിൽ നിന്ന് എന്തിന് മുഖം മാറ്റി തിരിഞ്ഞ് ഖിബിലയിലേക്ക് തിരിഞ്ഞ് ദ്വാർക്കണം? നബിതങ്ങളിലേക്ക് മുന്നിട്ടുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തോളൂ. നബിതങ്ങളെ ഷഫീആക്കി തരാൻ അല്ലാഹുവിനോട് നിങ്ങൾ ചോദിച്ചോളൂ. അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് മുഖം മാറ്റരുത്. വഹുവ വസീലതുക വവസീലതു അബീക ആദമ യൗമൽ ഖിയാമ. നിങ്ങളുടെ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങ് ഇത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള സർവ്വ അമ്പിയാക്കൾക്കിടയിലും സർവ്വ മനുഷ്യർക്കിടയിലും ഖിയാമത്ത് നാളിൽ ഒറ്റ വസീലയെ ഉള്ളൂ. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എല്ലാവരും പറഞ്ഞേക്കുന്നത് തങ്ങളെ സവിധത്തിലേക്കല്ലേ. അതുകൊണ്ട് മുഖം തിരിക്കരുത്. തങ്ങളിലേക്ക് മുന്നിട്ട് നിന്നുകൊണ്ട് തന്നെ കൈയുയർത്തി അല്ലാഹുവിനോട് ചോദിക്കണം. നബിതങ്ങളെ ഷഫീആക്കി തരാൻ വേണ്ടി പറയണം. നിങ്ങളെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഷഫീആക്കി അല്ലാഹു തരുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സബിതത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ മാപ്പിരക്കുമ്പോ നിങ്ങളെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തുകൊണ്ട് അല്ലാഹുവിനോട് പറയും. എന്നിട്ട് രാജാവിന് ഓതിക്കൊടുത്തു, വലോ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. തെറ്റുകുറ്റം ചെയ്ത ആളുകൾ തങ്ങളെ ഹദറത്തിലെത്തുകയും അല്ലാഹുവിനോട് പാപം മോചനം തേടുകയും ചെയ്താൽ അവർക്ക് വേണ്ടി വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. പാപ
പാപം പൊറുക്കുന്നവനായി, കാരുണ്യം ചൊരിയുന്നവനായി അള്ളാഹുവിനെ അവർക്ക് മനസ്സിലാക്കാനും എത്തിക്കാനും കഴിയും എന്ന ആയത്ത് കൂടി തെളിവായി ഓതിക്കൊടുത്തു. നല്ല തഅലീമ് വേണം മുഅ്മിനീങ്ങളെ. മഖാമിന്റെ മഖ്ബറയുടെ സവിധത്തിൽ വെച്ച് ഭൗതിക സംസാരം സംസാരിക്കരുത്. ഉലമാഇന്റെ, ഔലിയാഇന്റെ, സുലഹാഇന്റെ, അംബിയാഇന്റെ മഖാമിന്റെ ഹളറത്തിൽ വലിയ ബഹുമാനമല്ലേ പാലിക്കേണ്ടത്? തൂരി സീനാ പർവ്വതത്തിന് എന്താ ബഹുമാനം? തൂരി സീനാ പർവ്വതത്തിന് എന്താ ബഹുമാനം? അതൊരു സാധാരണ മലയായി കാണാൻ പറ്റുമോ? തൂരി സീനാ പർവ്വതത്തിലേക്കല്ലേ മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹുവുമായി സംവദിക്കുന്നതിന് അള്ളാഹു ക്ഷണിച്ചു വരുത്തിയത്. അവിടെ വെച്ചല്ലേ അള്ളാഹു തആല തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാമിന് നൽകിയത്. ആ പർവ്വതത്തിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോ അള്ളാഹുവിന്റെ നിർദ്ദേശം എന്താണ്? ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. രണ്ട് ചെരുപ്പും അഴിച്ചു വെക്കുക, നിങ്ങൾ പരിശുദ്ധമായ ഒരു താഴ്വരയിലാണ്. ഒന്ന് പോയി നോക്കൂ സഹോദരങ്ങളെ. ഈ ആയത്ത് ഇന്നും അവിടെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫഖ്ലഅന അലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ. എന്താ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്? എന്തെങ്കിലും ബഹുമാനത്തിന്റെ അടയാളങ്ങളുണ്ടോ? അള്ളാഹു ബഹുമാനിച്ചതിനൊക്കെ ബഹുമാനമുണ്ട്. അള്ളാഹു തആല ബഹുമാനിച്ചതല്ലേ പള്ളി. അതുകൊണ്ടല്ലേ പള്ളിയുടെ ഉള്ളിൽ ഭൗതിക സംസാരം